തീക്കോയി ദീപ്തി DCMR സ്പെഷ്യൽ സ്കൂളിൽ അരുവിത്തറ ലയൺസ് ക്ലബ്ബ് നേതൃത്വത്തിൽ മാനസികാരോഗ്യ പരിശീലന പരിപാടിയും സ്നേഹവിരുന്നും നടത്തി. ലയൺസ് ഡിസ്ട്രിക്റ്റ് 318B ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഷാജിമോൻ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ പരിശീലന കളരി നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് മനേഷ് കല്ലറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തീക്കോയി ദീപ്തി DCMR സ്പെഷ്യൽ സ്കൂൾ മാനേജർ സിസ്റ്റർ റോസ് മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ജെസി വരകിൽ, ലയൺസ് മെമ്പർമാരായ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ, ജോജോ പ്ലാത്തോട്ടം, സുകുമാരൻ പുതിയാകുന്നൽ, ദീപാമോൾ ജോസഫ്, ബിജു PV മനോജ് മേലുകാവ്, ബിനോയ് V ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജഗദീശ്വരാതിന്റെ മുൻപിൽ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നതിനായി ദൈവം തങ്ങൾക്ക് നൽകിയ കഴിവും ശേഷിയും സമ്പത്തും ആരോഗ്യവുമെല്ലാം അത് അവരുടെ ഉന്നമനത്തിന് സഹായിക്കുന്ന, ഒപ്പം സമൂഹത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിൽക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ കാലാനുസൃതമായ വിഷയങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി ക്ഷമാപൂർവം പരിശീലനം നൽകി പയ്യെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന വളരെ അധ്വാനപൂർണമായ, ക്ലേശപൂർണമായ, ഏറെ ത്യാഗവും ക്ഷമയും സഹിഷ്ണുതയും ആവശ്യമുള്ള ഒരു വലിയ ഗ്രൂപ്പിന് മുമ്പിലാണ് ഈ പ്രോഗ്രാം കൂടുതൽ സമൂഹത്തിന് നന്മ തരുന്ന രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്തറയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ലയൺസ് ഇന്റർനാഷണലെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്ത് ഒരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഐ ക്യാമ്പുകളും സർജറികളും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ കണ്ണു പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സയും കണ്ണടകളും എല്ലാം സൗജന്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റിന് ഇൻസുലിൻ, വീടില്ലാത്തവർക്ക് വീട്, വിവാഹ സഹായം. ഈ സമയം മാറ്റിവെച്ച ഷാജിമോൻ മാത്യുവിനോട് അരുവിത്തറ ലയൺസ് ക്ലബ്ബിന്റെയും ഡിസ്ട്രിക്ട് 318Bയുടെയും സന്തോഷം അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്ന സിസ്റ്റർ, വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ ഞങ്ങളുടെ ഹെൻറി ബേക്കർ കോളേജിന്റെ ഗ്രൂപ്പിൽ ഒരു ദിവസം ഓണത്തോടനുബന്ധിച്ച് ഇവിടെയുള്ള കുറച്ച് നാട്ടുകാർ ഇവിടെ ഫുഡ് കൊണ്ടു തന്നിരുന്ന ഒരു ന്യൂസ് സിസ്റ്റർ ഞങ്ങളുടെ ഹെൻറി ബേക്കർ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലിട്ടു. ആ ഗ്രൂപ്പിൽ നിന്നും ഞാനാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ 7 ബാച്ചിന്റെ പ്രസിഡന്റ്. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചു, തീർച്ചയായും ഇവിടെയൊന്ന് വരണം, ഒരു ദിവസം ഇവിടെയും അതുപോലെ ഞങ്ങൾക്കും ചെയ്യണം, അരുവിത്തറ ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വരണം എന്നാഗ്രഹിച്ചു. ഇനി ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ഹെൻറി ബേക്കർ കോളേജിന്റെ നേതൃത്വത്തിലും ഇവിടെ ഒന്ന് വരുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിനുള്ള അനുഗ്രഹം ദൈവം തന്നാൽ തീർച്ചയായിട്ടും വരും. ഈ ഒരു നല്ല പരിപാടി ഇവിടെ ചെയ്യുവാനായിട്ട് അവസരം തന്ന സിസ്റ്ററിനോടും, അതുപോലെ തന്നെ നേരത്തെ പല പ്രോഗ്രാമുകളിലും ഞങ്ങൾ ഒന്നിച്ച് പല പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. സെന്റ് തോമസ് കോളേജിന്റെ ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്ന സിസ്റ്റർ, ഒട്ടേറെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്ററുമായിട്ട് ഒന്നിച്ച് ഇന്ന് വേദി പങ്കിട്ട് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സിസ്റ്ററാണ് ഇവിടുത്തെ മദർന്ന്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇനിയും നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വന്ന എല്ലാ യങ് മെമ്പേഴ്സിനും അരുവിത്തറ ലയൺസ് ക്ലബ്ബിന്റെ പേരിലും ഡിസ്ട്രിക്ട് 318Bയുടെ പേരിലും ഒരിക്കൽ കൂടി സന്തോഷം അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ സിസ്റ്ററിനോടും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഞങ്ങളൊക്കെ ഒരാളെ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഏതാണ്ട് 126 കുട്ടികളെ നോക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രത്യേക കരുണ അല്ലെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾക്കെല്ലാം വേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.
നീരത്തോരത്തില് നീർപ്പരപ്പ് നിരളിടും അമ്പലക്കരക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമലന്ത നെഞ്ചത്തുമ്പത്തിന് ചെല്ലവുമായി താനെ മറിഞ്ഞു കയറി ദൂരത്തിലെന്നു പതുങ്ങിയല്ലോ താറെ പോലത്തുള്ളൊരാ ചെറുക്ക് നീ നടന്നു പോകുവാൻ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി എതിരെറിഞ്ഞതേതുവേ താനെയങ്ങു ക്ലബിനെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ ഈ ഡയഗ്നോസ്റ്റിക് ഇയറിൽ തന്നെ ഏതാണ്ട് 20 പ്രോഗ്രാമിന് മുകളിൽ ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് സിറ്റി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ വെച്ച് നടത്തപ്പെട്ട ഈ പ്രോഗ്രാമിന് പര്യവസാനിക്കുമ്പോൾ ക്ലാസ്സും കൂടെയുണ്ട്. നന്ദിയുടെ ഏതാനും വാക്കുകൾ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ മനസ്സ് നന്നായാൽ ആരോഗ്യം നന്നാവും. മാനസിക ആരോഗ്യത്തെ മുൻനിർത്തി ഇവിടെ നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിന്റെ ചീഫ് കോർഡിനേറ്ററും ഉദ്ഘാടകനുമായ ലയൺസ് ബി മാത്യു പ്ലാത്തോട്ടം കർമ്മനിരതമായ പ്രവർത്തനങ്ങളാലും പ്രചോദനാത്മകമായ വാക്കുകളാലും വേദിയെ ധന്യമാക്കി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച സാറിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയും ലോക്കൽ മാനേജറായി സ്കൂളിനെ സ്നേഹിക്കുകയും സ്കൂളിന്റെ ഏത് ആവശ്യത്തിന് ഓടിയെത്തുകയും ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റർ റോസ് മാത്യുവിനും സ്നേഹപൂർവ്വം നന്ദി. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുകയും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളും സ്കൂളിനെ നല്ല രീതിയിൽ നയിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ ജെസ്സിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അരുവിത്രയുടെ ചീഫ് കോർഡിനേറ്റർ ലയൺ മനീഷ് ജോസ് കല്ലറിക്കലിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ ഈ പ്രോഗ്രാം ഇത്രയും വിജയത്തിലെത്തിക്കുന്നത് മാനസിക ആരോഗ്യത്തെ പറ്റി നടത്തപ്പെടുന്ന ഈ ക്ലാസ് ആണ്. ബഹുമാനപ്പെട്ട ഷാജി മോൻ മാത്യു സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തുകയും നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന സാറിനെയും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഉച്ചയ്ക്ക് നാം എല്ലാവരും ആസ്വദിച്ച് കഴിക്കാൻ പോകുന്ന ഭക്ഷണം നമുക്ക് സ്പോൺസർ ചെയ്തത് ലയൺസ് ക്ലബ് അംഗമായ ശ്രീ സുബു തലനാടാണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാറ്റിനും പിന്നിൽ ഒരുപറ്റം ആളുകളുടെ കൂട്ടായ പ്രവർത്തനം വേണം ഒരു പ്രോഗ്രാം വിജയിക്കാന്. ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും അതിനെ വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്ന ലയൺസ് ക്ലബിലെ ഓരോ അംഗങ്ങളെയും പേരെടുത്ത് പറയുന്നില്ല. നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് എല്ലാറ്റിന്റെയും വിജയം. ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുകയും ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രോഗ്രാമായിട്ടാണ് ലയൺസ് ക്ലബ്ബുകാർ കൊണ്ടാടുന്നത്. വിവിധ മേഖലകളിലെല്ലാം ആരോഗ്യ ബോധവൽക്കരണം, മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നടത്തുകയുണ്ടായി. അതിനെല്ലാം നേതൃത്വം നൽകിയത് നമ്മുടെ പ്രിയങ്കരനായ ലയൺ സിബി മാത്യു ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതൊരു ഹരമായിട്ട് എടുത്തിരിക്കുക. സേവന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആ ആഴ്ചയിൽ പുള്ളിക്കൊരു സന്തോഷമില്ല. അതുകൊണ്ട് നമ്മൾ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കാണാം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് തുടരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു മാനസിക ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും കൂടെ നടത്താം എന്ന് തീരുമാനിച്ചത്. അതിന് എന്നെ ക്ഷണിച്ചതിന് ലയൺ സിബിക്കും അതിന് അവസരം തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലയൺസ് ക്ലബിനും എന്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവർക്ക് നന്ദി ഒന്നും പെട്ടെന്ന് മനസ്സിലായില്ലേ? ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. ദൈവത്തിന് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരായ കുറെ കുട്ടികളും കുറെ ടീച്ചർമാരും ഒക്കെ ഉള്ളൊരു സദസ്സ് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി. നമ്മുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോകത്തിലുള്ള ജനസംഖ്യയില്
ഒരു 40% ആളുകൾക്ക് മാനസികമായ രോഗമുണ്ട്, മാനസികമായ അസ്വസ്ഥതകളുണ്ട്. അതിന്റെ ഗ്രേഡ് ശകലം കൂടി കുറഞ്ഞിരിക്കുന്നുള്ളൂ. ചെറിയ തോതിലുള്ളവര്, തീവ്രമായിട്ടുള്ളവര്, അതിതീവ്രമായിട്ടുള്ളവര്, അങ്ങനെ അതിന്റെ ഗ്രേഡുകൾ നമ്മൾ മാറി മാറി നിൽക്കുന്നുള്ളൂ. മാനസിക ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം, അല്ലെ? മനസ്സ് നമ്മുടെ ആരുടെയെങ്കിലും സ്വന്തമാണോ? മുതിർന്ന ആളുകൾക്കും പറയാം കേട്ടോ. മനസ്സ് എവിടെയാ ഇരിക്കുന്നത്? നമ്മൾ എപ്പോഴും ദിവസം ഒരു പല പ്രാവശ്യം പറയുന്ന ഒരു വാക്കാ മനസ്സല്ലേ. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയതാ. നിനക്കറിയാവോ? അങ്ങനെ മനസ്സ് കൂട്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറന്നുപോയോ? ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹൃദയം എവിടെയാ, കണ്ണെവിടെയാ, കാലെവിടെയാ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, അല്ലേ? എന്നാൽ നിങ്ങളുടെ മനസ്സെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ പറയും? ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വളരെ കാലങ്ങളായിട്ട് പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ജോൺസ് ഹോക്കിൻസ്. അദ്ദേഹം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വിജയം നേടണമെങ്കിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നൊബേൽ സമ്മാനമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ ആരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മനസ്സുണ്ട്, നമ്മളിലൊരു മനസ്സുണ്ട്, നമ്മൾ ഈ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ മനസ്സിനെ കണ്ടുപിടിക്കുക, ആ മനസ്സിന്റെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. ഇന്നിവിടെ ഇരിക്കുന്ന ഈ കുട്ടികളില് ഇവരുടെ ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നത്? ഒരിക്കലും അല്ല. പക്ഷെ ഇവർക്കും ഒരു നല്ല മനസ്സുള്ള ആളുകളാണ്. ദൈവം കൊടുത്ത ശരീരത്തോടൊപ്പം ദൈവം കൊടുത്ത ഒരു മനസ്സ്, ഒരു ആത്മാവാണ് നമ്മളെ നിലനിർത്തുന്നത്. ആത്മാവും മനസ്സും ജീവനും ശരീരവും എല്ലാം ഒന്നിക്കുന്ന ഒരു പ്രതിഭയാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാവില്ലാതെ മനസ്സില്ലാതെ ഒരു ശരീരമില്ല, ജീവിതമില്ല. എന്നാൽ ശരീരത്തിന് മാത്രം ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇന്നുള്ള ആളുകളുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ആത്മാവും മനസ്സും ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് സന്ധി, എനിക്കെല്ലാം കഴിയും എന്നുള്ള രീതിയിൽ ഇപ്പോ കാണുന്ന ആ ജീവിതം ആസ്വദിക്കുന്ന ഒരു പ്രവണതയാണ് കുട്ടികളും ഇത് കാണും. അതുകൂടാതെ നമ്മുടെ അജ്ഞത കൊണ്ട് പ്രതിരോധ മരുന്നുകൾ, സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട വൈറ്റമിൻസുകൾ, അയൺ ഗുളികകൾ ഇതൊന്നും കഴിക്കാത്തത് വന്നുകൊണ്ട് വന്ന അപകടങ്ങൾ കൊണ്ട് ഇങ്ങനെ കുട്ടികളുണ്ടാവാം. അതുകൂടാതെ ഗർഭസ്ഥ സമയത്ത് അമ്മമാർ അനുഭവിക്കുന്ന അതിഭീഷണമായ മാനസിക സംഘർഷം, അതും ഇതുപോലെയുള്ള കുട്ടികൾക്ക് രൂപം കൊടുക്കുന്നതിന് കാരണമാകാം. അതുപോലെ തന്നെ പ്രസവ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ആ സമയത്ത് കൃത്യസമയത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ, പ്രസവ ശേഷമുള്ള പരിചരണം, ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പോകാതിരിക്കുക, വീടുകളിൽ പ്രസവങ്ങൾ നടത്തുക, അങ്ങനെയുള്ള ശേഷം കുട്ടി ജനിച്ചതിന് ശേഷം കൊടുക്കേണ്ട പരിചരണങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാതെ വന്നാലും ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാവാം. അതുകൊണ്ട് ഈ കുട്ടികൾ ആരും ഇവരുടെ കുഴപ്പം കൊണ്ടോ ഇവരുടെ തകരാറ് കൊണ്ടോ ഇവർ ചെയ്ത പാവങ്ങൾ കൊണ്ടോ ഒന്നും ഇങ്ങനെയായവരല്ല. അപ്പൊ മാനസിക ആരോഗ്യത്തിന്റെ പ്രസക്തി ഇവരിനേക്കാൾ കൂടുതൽ മുതിർന്നവരിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ആളുകൾക്ക് മാനസികാരോഗ്യത്തിന്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് അവരെ പഠിപ്പിക്കാനുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവർക്ക് വേണ്ടത് ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ഭക്ഷണ കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അറിവും സമ്മതത്തോടു കൂടി കിട്ടിയതാണോ? ആണോ? അല്ല. ദൈവം നമുക്ക് തന്ന ഒരു അവസരമാണ്. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. മരങ്ങളും പൂക്കളും പഴങ്ങളും കിളികളും കളറുകളും മരങ്ങളും വീടുകളും റോഡുകളും തോടുകളും പുഴകളും ഒക്കെ ആയിട്ട് ദൈവം എത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു.
ആ സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്കൊരു അവസരം തന്നില്ലേ? ദൈവം ഒരു അവസരം തന്നില്ലേ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ? ആ ദൈവത്തിന് നമ്മൾ നന്ദി പറയുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടബോധത്തിന്റെ ആവശ്യമില്ല. എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് വിചാരിക്കണ്ട, ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളിൽ ഓരോരുത്തരിലും ഓരോ കഴിവുകൾ ഉറങ്ങിക്കിടക്കും. സിസ്റ്ററോടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞില്ലേ, ഇവിടെ ട്രോഫികൾ മേടിച്ചുകൊണ്ട് വന്ന, വാരി കൂട്ടിക്കൊണ്ട് വന്ന കുട്ടികളാണ് ഈ ഇരിക്കുന്നത്. അത് കേട്ടപ്പോ നമുക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാം നല്ല മിടുക്കരുമായിട്ടുള്ള കുട്ടികളാ. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, കേൾക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാവാം, ഓടി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, പറയുന്ന കാര്യങ്ങൾ അപ്പോ ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാവാം, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങളങ്ങ് മറന്നിട്ട് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി മാറും. അങ്ങനെ സന്തോഷമുള്ള ഒരു ജീവിതമായി മാറാൻ, മാനസിക ആരോഗ്യമുള്ള കുട്ടികളായി മാറാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുമോ? പരിശ്രമിക്കണ്ടേ? അങ്ങനെ നമുക്കൊരു ആഗ്രഹം വേണ്ടേ? നമുക്ക് എന്നും ദുഃഖം മതിയോ? ഒരു സന്തോഷം വേണ്ടേ? എന്നാ ഒന്ന് സന്തോഷിച്ച് എല്ലാരും ഒന്ന് കൈയടിച്ച്. ഇത്രയും സന്തോഷം മതിയാ? അതേ ശകലം കൂടെ വേണം? കുറച്ചും കൂടെ വേണം അല്ലേ? എന്നാ കുറച്ചുകൂടെ ജോറായിട്ട് കൈയടിച്ച്. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷങ്ങളിലേക്ക് വന്നു. നിങ്ങൾ ഇനി കണ്ണടച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മനസ്സിലൊന്ന് വിചാരിച്ച്, കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന, അല്ലെ നേടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച്, കണ്ണ് തുറക്കണ്ട, കണ്ണെല്ലാവരും അടച്ചു പിടിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മനസ്സിൽ വിചാരിക്കുക. നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള, ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, സന്തോഷമുള്ള ഒരു കാര്യം ആലോചിച്ചോ? എല്ലാവരും ആലോചിച്ചോ? എന്നാ ഇനി നിങ്ങളത് മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങൾക്ക് കിട്ടിയതായിട്ടൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതായിട്ടൊന്ന് വിചാരിച്ച മനസ്സിൽ. സാധിച്ചോ? സന്തോഷമായോ? ഇനി നമ്മള് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നു മുതൽ പരിശ്രമിക്കുമ്പോ നമുക്കത് കിട്ടും. കിട്ടിക്കഴിയുമ്പോ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം. സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, ദൈവത്തിന് നന്ദി പറയും. അതുപോലെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന എങ്ങനെയാ? മുമ്പേ കൈയടിച്ചല്ലേ? എന്നാ ഒന്നുകൂടെ കൈയടിച്ച്. ഇന്നിവിടെ ഇതുപോലെ ഒരു ചെറിയ ക്ലാസ് എടുക്കാൻ അവസരം തന്ന ലയൺസ് സിറ്റിക്കും അരുവിത്ര ലയൺസ് ക്ലബിനും പ്രസിഡന്റിനും ഭാരവാഹികൾക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മാതക പ്രിൻസിപ്പള്, സിസ്റ്റർമാര്, ഇവിടുത്തെ മാലാഹമാരായിട്ടുള്ള സിസ്റ്റർമാര്, കുഞ്ഞുമക്കള്, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഇത്ര നേരം ശ്രമിച്ചതിന് നിങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ നാമത്തില് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കൂട്ടാനുള്ളത് മനസ്സിലായി അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് ശബ്ദങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട ആഗ്രഹിക്കുക. രാത്രി പേടിയുണ്ടോ? വൈകുന്നേരം ആയ പേടിയുണ്ടോ? പക്ഷെ വൈകുന്നേരം നമ്മള് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് ശബ്ദം കേൾക്കാം അല്ലേ? രാവിലെ നമ്മൾ ഉണർത്തുന്നത് ആരാണ്? നോർമലി നമ്മളെ രാവിലെ ഉണർത്തുന്ന ആരാണ്? അപ്പൊ അത് കഴിഞ്ഞാല് നമുക്ക് ഫുഡിന്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പത്തിനൂടെ എന്താ ഇഷ്ടം? ചിക്കനുണ്ട്, പിന്നെ മുട്ടക്കറി ഇഷ്ടമല്ലേ? അപ്പൊ നമ്മുടെ കോഴി തന്നെ ഒരു മുട്ട റെഡിയാക്കുന്നതാണ്. രാത്രിയില് പെർമിഷൻ പോയാലൂടെ ആരുണ്ടാവും?
അവിടെ റോഡ് കാത്തു പരിപാലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മൾ അറിയാണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കൂട്ടുകാരൊന്നും ഇല്ലാതെ ടീച്ചർമാരില്ലാതെ പോകരുത്. അവിടെ ചില സ്ഥലത്ത് കുഴപ്പമില്ല, ചില സ്ഥലത്ത് നാട്ടുകാർ മോശമാണെങ്കിൽ അവിടുത്തെ കുറച്ചുപേര് മോശമായിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്, നമ്മുടെ പരിസരമൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിച്ചാൽ അവിടെ വലിയ ശല്യം കാണത്തില്ല. അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു ഓട്ടോറിക്ഷ ചെറുതായിട്ട് പോയി നോക്കാം. ബുള്ളറ്റ് ഇഷ്ടമാണോ? അപ്പൊ ഒരു ബുള്ളറ്റ് പോവാം. ട്രെയിനിൽ പോയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ട്രെയിൻ നമ്മുടെ ഇതിൽ വന്നു പോയി എനിക്ക് നോക്കാം. വിമാനത്തിൽ പോകാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഒരു വിമാനത്തെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. സർവീസ് ഉണ്ട്, സ്റ്റോപ്പ് ഇല്ല കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വിമാനം വരുന്ന നോക്കാം. താങ്ക് യു. ഹെലികോപ്റ്റർ ഇഷ്ടമാണോ? കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു ഹെലികോപ്റ്റർ നമ്മുടെ ഇതിൽ വന്നു ഇങ്ങനെ നോക്കാം. മ്യൂസിക് ഇഷ്ടമാണോ? മ്യൂസിക്. അപ്പോ ചെറിയ ഡ്രംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സിസ്റ്റർ പറഞ്ഞു മനോഹരമായിട്ട് ബാൻഡ് സെറ്റ് വായിക്കുന്ന ആരൊക്കെ? ബാൻഡ് സെറ്റ് ടീമുകൾ ആരൊക്കെയാണ്? സിസ്റ്റർ പറഞ്ഞ് നല്ല മിടുക്കന്മാരാണ്, പാട്ട് പാടുന്നവരുണ്ട്, സ്പോർട്സ് താരങ്ങളുണ്ട്. എല്ലാവർക്കും 1000 ആശംസ അർപ്പിച്ചുകൊണ്ട് കൊച്ചു മ്യൂസിക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചെറിയൊരു പാട്ട് പാടി ഞാൻ എന്റെ കൊച്ചു മെമ്പറി അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് സിസ്റ്റർമാരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് ദൈവം പ്രത്യേകമായിട്ട് തന്ന സമ്മാനം അത് കൂടുതൽ കരുതേണ്ട സമ്മാനമാണ്. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ പരിപാലിക്കുവാൻ വരം ലഭിച്ചത് ദൈവ അനുഗ്രഹമാണ്. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ അനുഗ്രഹവും നിയോഗം ലഭിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളും ഏറെ ഭാഗ്യവാന്മാരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ദീപ്തിയുടെ ദീപങ്ങളായിട്ട് മാറുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ലയൺസ് ക്ലബ്ബായിട്ട് ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കുന്നു. നന്ദി, സ്നേഹം അർപ്പിക്കുന്നു.
Thank you so much. God bless you. Thank you. നമ്മള് DTTCMR സ്കൂളിലെ സ്റ്റുഡന്റ് എപ്പിസോഡ് എങ്ങനെയാ നമുക്ക് വിട്ടുകൊടുക്കണോ വേണ്ട കേട്ടോ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കൊച്ചു മിമിക്രി ഞാൻ ഇനി കാണിക്കാൻ പോവാണ്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കുരുവിയുടെ ശബ്ദം ചെയ്യുന്ന അടുത്ത ചെയ്യുന്ന ഒരു മയിലിന്റെ ശബ്ദം ചെയ്യുന്ന അടുത്ത ചെയ്യുന്ന ഒരു അന്നാന ശബ്ദം ചെയ്യുന്ന അടുത്ത ചെയ്യുന്ന ഒരു കോഴിക്കുഞ്ഞിന്റെ ശബ്ദം ചെയ്യുന്ന അടുത്ത ചെയ്യുന്ന ഒരു തീവണ്ടിയുടെ ശബ്ദം നിന്ന് അടുത്ത ചെയ്യുന്ന ഒരു 15 ശബ്ദം ചെയ്യുന്ന അടുത്ത കഴിഞ്ഞ ഒരു ആംബുലൻസ് ശബ്ദം ചെയ്യുന്ന ഒരു പോലീസ് വണ്ടി ശബ്ദം ചെയ്യുന്ന അടുത്തൊരു ഒരു തടി വെട്ടുന്ന ശബ്ദം ചെയ്യുന്ന അടുത്ത കഴിഞ്ഞ ഒരു ഫിനിഷ് പൈപ്പിലൂടെ ഇഴച്ച ചെയ്യുന്ന അടുത്ത കഴിഞ്ഞ പാസ്റ്റിന് വെള്ളം ചെയ്യുന്ന
നന്ദി, നമസ്കാരം. Adiós.